ഓം ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. നമ്മൾ അമ്പലങ്ങളിൽ പോയി ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്താറുണ്ട്. എന്തിനു വേണ്ടിയാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നത്? നമുക്കുണ്ടായിട്ടുള്ള ശത്രുക്കളെ, നമുക്ക് ശത്രുക്കളെന്ന് തോന്നുന്നവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, ആപത്തിൽപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അവർ നമുക്ക് ദോഷകരമാവാതെ മാറുന്നതിന് വേണ്ടി സാത്വികമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്ന വഴിപാടാണോ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് നമ്മൾ കരുതുന്നത്? അല്ല. സാത്വികമായിട്ടുള്ള രീതിയിൽ പൂജകൾ നടത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. അഥർവവേദപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മാന്ത്രികം താന്ത്രികമൊക്കെ ചെയ്യുന്നിടത്ത്. അല്ല, സാത്വികമായിട്ടുള്ള താന്ത്രിക വിധികളാൽ ചെയ്യപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാറില്ല. എന്താണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് തന്നെ ശത്രുവായി തീരുന്ന കാമ, ക്രോധ, ലോഭ, മതമാത്സര്യ, അഹങ്കാരങ്ങളെ ശമനം ചെയ്ത് നിലനിർത്തുന്നതാണ് ആ പുഷ്പാഞ്ജലി കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കാരോടും ശത്രുത തോന്നാതെ, ആർക്കും ശത്രുത വരാതെ നമ്മുടെ നാവിനെ അടക്കി നിർത്തി, അറിഞ്ഞോ അറിയാതെയോ ഒരാൾക്ക് വിരോധം ജനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ, വാണി സരസ്വതി വികട സരസ്വതിയായി മാറി അതൊരു കുഴപ്പത്തിന് കാരണമാകരുതേ, ശത്രുക്കളെ ഉണ്ടാക്കി വെക്കരുതേ എന്നുള്ള മനോഭാവത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രു, നമ്മുടെ തന്നെ അഹങ്കാരമാകുന്ന, വാശിയാകുന്ന ശത്രുവിനെ നിലയ്ക്ക് നിർത്തുന്നതിന്, നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ഭഗവാനോട് അർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയാണ്, ചുവന്ന പുഷ്പങ്ങളാൽ അർച്ചിക്കുന്ന പുഷ്പാഞ്ജലിയാണ് രക്തപുഷ്പാഞ്ജലി, ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നിവ. ബഹളാമുഖി പുഷ്പാഞ്ജലി, സുദർശന മന്ത്ര പുഷ്പാഞ്ജലി എന്നിങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ശത്രുപരമായ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ. ശത്രുപരമായിട്ടുള്ള ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ തന്നെ തളച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള ക്രോധം, ദേഷ്യം, കോപത്തെ നിയന്ത്രിച്ച് നിർത്തി മറ്റുള്ളവരോട് വിനയത്തോടുകൂടി പെരുമാറാൻ, നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഉള്ള കഴിവ് ഭഗവാനെ എനിക്ക് ഉണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി. അതോടെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു നിയന്ത്രണം ഉണ്ടാവുകയും, ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാവുകയും, ഈ വാശിയാകുന്ന, അഹങ്കാരമാകുന്ന, കോപമാകുന്ന ഈ അവസ്ഥയെ ഒന്ന് നിലനിർത്തിത്തരണേ, നിയന്ത്രിക്കാൻ പറ്റണേ, കൈവിട്ട് പോകരുതേ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ അടിക്കുകയോ എന്തെങ്കിലും ക്രൂരകർമ്മങ്ങൾ ചെയ്തിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമുണ്ടോ? ആ ക്രോധത്തെ, അങ്ങനെയുള്ള ആ പരിസരബോധം മറന്നുള്ള നമ്മുടെ പെരുമാറ്റം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ ക്രോധഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്ന, സംഹരിക്കുന്ന, ശത്രുവിനെ സംഹരിക്കുന്ന നമ്മുടെ ആ ദേഷ്യത്തെ, ദേഷ്യമാകുന്ന, കാമമാകുന്ന, ക്രോധമാകുന്ന, ലോഭമാകുന്ന, മാത്സര്യമാകുന്ന, വൈരാഗ്യമാകുന്ന, വാശിയാകുന്ന, മുൻകോപമാകുന്ന ആ പരിസരബോധം മറഞ്ഞുള്ള ആ മനസ്സിൻ്റെ സമചിത്തത നഷ്ടപ്പെടുന്ന അവസ്ഥയെ നശിപ്പിക്കുന്ന, ശത്രുവാകുന്ന, അതിനെ സംഹരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്ന പുഷ്പാഞ്ജലിയാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി. ഇതാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അല്ലാതെ ആരെയും കൊല്ലാനോ
കുഴിയിൽ ചാടിക്കാനോ അവൻ നശിച്ചു പോണേന്ന് പറഞ്ഞാൽ അത് ഈ മന്ത്രത്താൽ ഫലം ആകും, ഇത് ചെയ്താൽ ഫലമാകും, അവൻ്റെ നാശമുണ്ടാകും എന്ന് കരുതുന്ന ഒരു പുഷ്പാഞ്ജലി അല്ല ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ശത്രുപരമായിട്ടുള്ള ദോഷങ്ങൾക്ക് നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ നിയന്ത്രണത്തെ സഫലമാക്കി നേർവഴിക്ക് നയിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കണേ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തുമാറാകണേ, ശത്രുത ആരോടും ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കപ്പെടുന്ന മന്ത്രമാണ് ശത്രുസംഹാരമാകുന്ന പുഷ്പാഞ്ജലികൾ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.